മക്കയിൽ സംഭവിച്ചതെന്ന് വെച്ചാല് അത് ജുഹൈമൻ അൽ ഉത്തൈബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി. അയാൾ ആക്ച്വലി ഒരു മുസ്ലിം തന്നെയാണ്. അയാൾ തീവ്ര മതവാദിയായിരുന്നു. കാരണം സൗദി അറേബ്യ ആണല്ലോ നമ്മുടെ ഒരു അൾട്ടിമേറ്റ് സുപ്രീം അറബ് കൺട്രി എന്ന് പറയുന്നത്. അപ്പോൾ മക്ക ഉൾപ്പെടുന്നത് സൗദി അറേബ്യയിലാണ്. ആ സമയത്ത് സൗദി മോഡേണൈസേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി നയങ്ങളൊക്കെ ശരീഅത്ത് നിയമങ്ങൾക്കൊക്കെ കുറച്ചുകൂടി ലിബറലാക്കി അവര് പിന്നെ ക്രിസ്ത്യൻ കൺട്രീസിനോട് ചേർന്നിട്ട് പിന്നെ ഇസ്ലാമിന്റെ ആ പ്യോറിറ്റി നഷ്ടപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു എക്സ്ട്രീമിസ്റ്റ് സംഘടനയാണ്. അവര് ഈ ഉത്തൈബി ഒരു ഗോത്രമാണെന്നോ എനിക്ക് തോന്നുന്നത്. അപ്പൊ അവര് ചേർന്നിട്ടാണ് ഒരു വിശുദ്ധ ഗേഹത്തിലേക്ക് അവര് ഇൻട്രൂഡ് ചെയ്യുകയും ആ മക്കയിലെ പ്രധാനപ്പെട്ട ഇമാം അടക്കമുള്ള ആളുകളെ അവിടെ തടഞ്ഞു നിർത്തുകയും വെടിവെക്കുകയും കുറെ ആൾക്കാർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അയോധ്യ എന്ന് പറയുന്ന സമയത്തും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് എന്തായാലും കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ അജ്മീറിലേക്ക് പോവുകയാണെങ്കിൽ അജ്മീറിലും ഇപ്പൊ ഇതേ സംഭവം തന്നെയാണ്. ഭയങ്കരമായിട്ട് എന്താ പറയുക ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അജ്മീർ ദർഗ ആക്ച്വലി ഒരു അമ്പലമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആളുകൾ അതിനെ പൊളിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ട്. അപ്പോ എന്ന് വെച്ചാൽ രണ്ടും വിശ്വാസങ്ങൾ തന്നെയാണ്, രണ്ടുപേരുടെ വിശ്വാസങ്ങളാണ്. ആര് മുകളിലാണ് ആരുടെ അടിയിലാണെന്നുള്ള രീതിയിലാണ് ഈ കോൺഫ്ലിക്റ്റ് മുമ്പോട്ട് പോകുന്നത്. ഒരു മതത്തിന്റെ ഉള്ളിലാവുന്ന സമയത്ത് ഇത്ര പ്രശ്നമല്ല.